ഹലോ ഗുഡ് മോർണിംഗ് എവരിവൺ. ഈ ഒരു വടി വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോണേ. ക്യാമറ ഓൺ ആക്കിയപ്പോ അങ്ങോട്ട് മാറി നിന്നിട്ട് സ്ഥലം പറയാം. ഹലോ ഗുഡ് മോർണിംഗ് എവരിവൺ. എന്താണ് എല്ലാവരും വിശേഷം? ഇന്ന് നല്ല മഴയാട്ടോ. പുറത്ത് നോക്കിയേ, ഭയങ്കര മഴയാണ്. അപ്പം ഇന്നലെ രാത്രി മുതൽ നല്ല മഴയാട്ടോ. പക്ഷേ ഉറങ്ങിയതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല. ഇന്ന് രാവിലെ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞത്. പക്ഷെ ഞാൻ എണീറ്റപ്പോഴേക്കും വീണ്ടും മഴ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടോ. നോക്കി, നല്ല മഴയാന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ, കൊള്ളി കപ്പ മരച്ചീനി എന്നൊക്കെ പറയുന്ന നമ്മുടെ കപ്പയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല്. അപ്പോൾ ഇതൊന്ന് ഞാൻ കഴുകിയെടുക്കട്ടെ. ഇത് നിറച്ച് മണ്ണുണ്ട്. അപ്പം ഞാനിതൊന്ന് കഴുകിയിട്ട് വേഗം വരാം കേട്ടോ. നമ്മൾ ഇന്നലെ വിറക് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. എൻ്റെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നോക്കി, കുറച്ചുകൂടി വിറകുണ്ടായിരുന്നു, പക്ഷെ അത് എടുത്തു വെക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും മഴയോട് മഴ. ഇന്നലെ ഇങ്ങനെ വിചാരിച്ചില്ല കേട്ടോ മഴ പെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്നലെ ഈ വിറകൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇന്നത്തെ മഴ അതിന് കൊണ്ടില്ല. എന്നാൽ ടാർപ്പായുടെ അടിയിലാട്ടോ നമ്മൾ ഇന്നലെ വിറകൊക്കെ കൊണ്ട് ഒതുക്കിയത്. പട്ടത്തണ്ടൊക്കെ ഇല്ലേ, അതൊക്കെ കീറിയിട്ട് അവിടെ കൊണ്ട് ഒതുക്കിയത്. അപ്പോൾ എനിക്കിവിടെ വൃത്തിയാക്കാനും കൂടി ഉണ്ട് കേട്ടോ. ഇന്നലെ ചേട്ടനുള്ളത് കൊണ്ട് ഇതൊക്കെ എനിക്ക് ചെയ്തു തന്നു. ഇനി നമുക്കിതേ അവിടെ കുറച്ച് പുല്ലൊക്കെ പൊന്തിയിട്ടുണ്ട്. ഇതുണ്ടോ, അവിടെ ഇത്തിരി പുല്ലൊക്കെ പൊന്തിയിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് ചേട്ടനെ കൊണ്ട് പോകുമ്പോഴേക്കും ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് വെക്കണം. അയ്യോ, നമ്മുടെ മുറം അതവിടെ ഇരുന്നിട്ട് മഴ കൊണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നുണ്ടായിരുന്ന വിറകൊക്കെ വാരിയിട്ടുള്ള മുറാണ് കേട്ടോ ആ ഇരിക്കുന്നത്. അതൊന്ന് ഞാൻ പോയി എടുത്തിട്ട് വരാം. ആ, ഓടിപ്പോട്ടെ. മുറങ്ങിത്തി നമ്മുടെ മുറങ്ങിത്തിട്ടോ. അപ്പോൾ ആകെ വെള്ളം നനഞ്ഞു. അതെന്തായാലും മഴ പെയ്യുമ്പോണ്ടല്ലോ നമുക്ക് 4 പേരെ നോക്കിയിട്ട് പോയി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. എന്തൊക്കെ അവസ്ഥ എന്തൊന്നും അറിയില്ലല്ലോ. നമ്മുടെ വിറകൊക്കെ ഇന്നലെ കണ്ടില്ലേ, ആകെ വെള്ളം നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിറക് താർപ്പായിട്ട് മൂടിയതാണ് ഇതാ കാണുന്നത് കേട്ടോ. അങ്ങനെ ഇന്നൊരു മഴ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ മഴ ദിവസം എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൊള്ളി ഇവിടെ മിക്ക ദിവസങ്ങളിലും ഉണ്ടാവാറുണ്ട്. കൊള്ളി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണേ. ഞാൻ നമ്മുടെ കപ്പയെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കി, ഇതായിരുന്നു നേരത്തെ കാലത്തെ കളർ. നോക്കി, മണ്ണ് കളറിൽ നിന്ന് മാറിയില്ലേ. നോക്കി, ഇതാണ് കേട്ടോ കപ്പ. വെള്ള കളർ, നല്ല പ്യുവർ വൈറ്റ് കളറുള്ള കപ്പ. അപ്പോൾ നമുക്കിതൊന്ന് ഉപ്പേരി അല്ല കേട്ടോ, നമ്മൾ മീൻകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടായിരിക്കും നമ്മൾ വിസിലടിക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണമെങ്കിൽ എന്നിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മളിന്ന് വിറക് പുറത്തുനിന്ന് എടുക്കണില്ല കേട്ടോ. കാരണം മഴ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളമാണ് അവിടെ. ചിലപ്പോൾ എന്താ പറയുക, ആകെ വെള്ളം ഉണ്ടാവും, നനഞ്ഞിട്ടുണ്ടാവും. അപ്പം ഞാൻ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വിറകൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വിറക് എടുക്കാറ്. ഇത് നമ്മുടെ ശർക്കര ചായയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ ഒരു കപ്പ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ കപ്പ. കയ്യിൽ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാട്ടോ. നല്ലോണം വേദെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 2 വിസിലടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ വിസിലടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇടാം കേട്ടോ. നമ്മുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ വേവേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർക്ക് വെന്തിട്ടും ചില ആൾക്കാർക്ക് വേവാണ്ടൊക്കെയാണ് ഇഷ്ടം. നമ്മൾ ഒറ്റ വിസിലടിച്ചിട്ട് അവിടെ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേ കോവയ്ക്കൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പേരി ഇന്ന് കോവയ്ക്കാണ്. ഇതേ കോവയ്ക്ക റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഉപ്പേരിക്കും കറിക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നെ പോലെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അടിച്ചു വരുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എനിക്ക് ശീലം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതേപോലെ എന്തെങ്കിലും ഒരു കരട് കണ്ടു കഴിഞ്ഞാൽ അപ്പം അടിച്ചു വരും. എനിക്കൊരു 10 പ്രാവശ്യമെങ്കിലും അടിച്ചു വരുന്ന ശീലം ഉണ്ട് കേട്ടോ. തേങ്ങ പോയിക്കഴിഞ്ഞാൽ അടിച്ചു വരും, പൊടിയാണെങ്കിലും അടിച്ചു വരും, എന്താണെങ്കിലും എനിക്ക് അപ്പം അടിച്ചു വരുന്നൊരു ശീലം നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അരിയിടാണ്ട് വെള്ളം ഞാൻ തെക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അരിയും കൂടെ ഇട്ട് കൊടുത്തു.
കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കപ്പ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കഴിച്ചത് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവുന്നു, പക്ഷെ നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കപ്പ എന്തായാലും കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന മീൻ മത്തിയാണ്. മത്തി ഞാൻ തലേദിവസം മേടിച്ചതായിരുന്നു, അപ്പോണ്ണ മേടിച്ചുകൊണ്ട് വന്നേ. അതേ ഫ്രീസറിൽ വെച്ചപ്പോൾ നല്ല കട്ടയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോൻ്റെ അടുത്താണ് നേരാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കറിക്ക് വേണ്ടിയിട്ട് മുളകും മല്ലിയും ചൂടാക്കിയത് തേങ്ങ കൂട്ടിയിട്ട് അരച്ചിട്ട് നമുക്ക് വെക്കാം കേട്ടോ. മീൻ കൂട്ടാൻ വെക്കാൻ നോക്കിയപ്പോൾ ഇഞ്ചി ഇല്ല കേട്ടോ. അപ്പോൾ ഇഞ്ചി നമ്മൾ ഉമ്മറത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് എന്ത് ചെയ്യാം, കുഴിച്ചെടുക്കാൻ പോയാലോ. ഈ ഒരു വടി വെച്ചിട്ടാണ് ഞാൻ കുഴിക്കാൻ പോണേ. അപ്പം നമുക്ക് ഇഞ്ചി എടുക്കാം കേട്ടോ. ഇതാണ് ഇഞ്ചി സ്ഥലം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇഞ്ചി കുഴിച്ചിട്ടേക്കണേ. നമ്മുടെ ഇഞ്ചി ഇതാണ് നമ്മുടെ ഇഞ്ചി. ഇത്രയും മതി മീൻ കൂട്ടാൻ വെക്കാനുള്ള ഇഞ്ചിയാണ്. മഴക്കാലാകുമ്പോൾ വില കൂടും. മഴക്കാലാകുമ്പോൾ വില കൂടും തോന്നുന്നു കേട്ടോ. ഇത് അതിൻ്റെ പനിഞ്ഞിലാണ് കേട്ടോ. അപ്പം നമുക്ക് മീൻകറി വെക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ചട്ടിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ താങ്ക് യു. അപ്പോട്ട് മീൻ നേരാക്കി തന്നു കേട്ടോ. മീൻ നേരാക്കി, അതെ രാവിലെ തന്നെ. അപ്പോൾ വലിയൊരു ജോലി കഴിഞ്ഞു. മീൻ നേരാക്കി തളർന്നു. അതെ അങ്ങനെ മീൻ കേട്ടോ. നമ്മുടെ ഇച്ചിരി വലിപ്പമുള്ളത് കൊണ്ട് ഇതേപോലെ രണ്ടാക്കിയിട്ട് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഇതേപോലെ രണ്ടാക്കിയിട്ട് മുറിച്ചിട്ടാണ് ഇട്ടേക്കണേ. തിളച്ച് വരുന്നുണ്ടേ. അങ്ങനെ ഞാൻ അപ്പോഴത്തൊരു കാര്യം പറഞ്ഞു, ഈ കറിയിലെ തക്കാളി വെന്തിട്ട് മീനിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അപ്പോട്ടൻ ഇവിടെ നിന്ന് ക്യാമറ ഓണാക്കാതെ പ്രസംഗിക്കുമായിരുന്നു ഗൈസ്. അപ്പൊ ഞാന് ക്യാമറ ഓണാക്കിയപ്പോ അങ്ങോട്ട് മാറി നിന്നിട്ട് വർത്താനം പറയാം. അങ്ങോട്ട് മാറിക്കോ വർത്താനം പറയാൻ ചമ്പലൊന്നുമില്ല. കാരണം എനിക്കിത് രാവിലെ തന്നെ വലിയൊരു ടാർഗറ്റാണ് തോന്നുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കറിയിലെ തക്കാളി വെന്തോ നോക്കാനായിരുന്നു എനിക്കെന്താ ടാർഗറ്റ്. അപ്പൊ ആ ടാർഗറ്റിൽ ഞാൻ മാളൂനെ ആ ടാർഗറ്റ് ഞാൻ ഏറ്റെടുത്ത് ഞാൻ നോക്കുകയാണ്. ജയിച്ചോ? തക്കാളി വെന്തിട്ടില്ല എന്ന് ഞാൻ എന്റെ ഭക്തനേത്രങ്ങൾ കൊണ്ട് ഞാൻ കണ്ടുപിടിക്കുന്നു. അപ്പൊ നമുക്ക് കൂട്ടാനൊക്കെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് മത്തി ഇട്ട് കൊടുക്കാമേ. അങ്ങനെ നമ്മുടെ കോവയ്ക്കുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോവയ്ക്കുപ്പേരി നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. കറി നമുക്കൊന്നും വറുത്തിടാമേ. വറുത്തിടാനായിട്ട് ചെറുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ടേ മൂപ്പി വരുമ്പോൾ കുറച്ച് മുളക് കൂടി ഇട്ടിട്ട് ആ കറിയും കൂടി വറുത്തിടാമേ. അപ്പം അതേ പറഞ്ഞ പോലെ നമ്മുടെ കുള്ളി മീൻകറിയും ബ്രേക്ക്ഫാസ്റ്റും റെഡിയാണ്ട് ഇനി നമുക്ക് കഴിക്കാം. അപ്പം ഇപ്പം ഞങ്ങൾ പോണതേ ഇവിടെ ചേട്ടൻ്റെ വെല്ലിസിൻ്റെ വീട്ടിൽ മോട്ടർ എന്തായിരുന്നു മോട്ടർ അഴിക്കാനോ കിണറ്റിലിറങ്ങാൻ വേണ്ടിട്ടോ. ഞാനല്ല അപ്പോഴാണ് കിണറ്റിലിറങ്ങണത്. അപ്പം നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അപ്പോണ്ട് വെല്ലിച്ചനും വല്യമ്മേനും കേട്ടോ. അവർക്ക് തോട്ടത്തിൽ ഇതേപോലെ മോട്ടർ കേട് വന്നിട്ട് അതൊന്ന് കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പോട്ടൻ കിണറ്റിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങണം കേട്ടോ. ഇറങ്ങിയിട്ട് വേണം ആ മോട്ടർ എടുക്കാനായിട്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കയറിൽ പിടിച്ചിട്ട് അവിടെ താഴെ ഏണി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഏണിയുമ്പോൾ ചവിട്ടിയിട്ട് പകുതി വരെ ഒന്ന് പോയാൽ മതി കേട്ടോ. പകുതി വരെ പോകുമ്പോൾ തന്നെ നമുക്ക് മോട്ടർ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അപ്പോഴെ വെല്ലിച്ചൻ ഹെൽപ്പിനായിട്ട് വിളിച്ചതായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ വെല്ലിച്ചൻ ഇങ്ങനെ പഴയ കാലത്തെ കഥകളൊക്കെ പറയാം കേട്ടോ. പണ്ട് വെല്ലിച്ചൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നെന്ന്, ആരും സഹായിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. വെല്ലിച്ചൻ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ഇതേ അപ്പോൻ്റെ മോട്ടർ അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ അത് മുകളിലേക്ക് വലിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ അപ്പോട്ടൻ തന്നെ കയറി വന്നിട്ട് പിന്നെ കപ്പി വെച്ചിട്ടാണ് വലിച്ചിങ്ങോട്ട് എടുത്തത്. പിന്നെ അതിന് ശേഷം മോട്ടർ പെരയിലേക്ക് ഫിറ്റ് ചെയ്തും കൂടി കൊടുത്തു കേട്ടോ. ഈ ഊബർ ഇത് കണ്ടിട്ടൊന്നും കേൾക്കണ്ട. കാരണം കൊണ്ട് പഴയ പനിയെടുത്തിട്ട് ഏകദേശം ഒരു ഉച്ചയോട് കൂടിയിട്ട് എനിക്ക് പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെ ചെരുപ്പ് കയ്യിൽ പിടിച്ചിട്ട് ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ചെരുപ്പ് കൈ പിടിച്ചേക്കുന്നത് ഇവിടെ ചെളിയാവണ്ടെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഫോട്ടോ എടുക്കുന്ന ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബൈ.
അപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാനാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പോണത്. അപ്പോൾ പോണത് വേറെ എവിടേക്കല്ല, നമ്മുടെ ദുബായ് റൂട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ ദുബായ് റൂട്ടിൽ നല്ല മഴക്കാറും ഇതൊക്കെ കാണാം കേട്ടോ, നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കണം എന്നാണ് കേട്ടോ വിചാരിച്ച്. കുറേ ഞങ്ങൾ മുന്നോട്ട് പോയി. പിന്നെ മുന്നോട്ട് പോയപ്പോൾ അവിടെ കുറച്ച് പോത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെയും ഫ്രണ്ടിലോട്ട് പോയിട്ടാണ് ഫോട്ടോ എടുക്കാനുള്ളൊരു സ്പേസ് കിട്ടിയത് കേട്ടോ. കണ്ടോ നിങ്ങൾ? ഇതെന്റെ ഗ്രാമമാണ് കേട്ടോ, ഇതെന്റെ നാടാണ് കേട്ടോ, ദുബായ് റോഡാണ്. ദുബായ് റോഡിന്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇപ്പോഴേ നല്ല എന്താ പറയാ, മഴയും വെയിലും എന്തൊരു കാലാവസ്ഥ കേട്ടോ, നല്ല രസമുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പൊ ഞാൻ ഈ ഒരു ലുക്കിലാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അത് നോക്കി എങ്ങനെയുണ്ട്, ഈ ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ഷൂട്ടിങ്ങിന്റെ സ്പോട്ട്, ഫോട്ടോഷൂട്ട് പോയിന്റ് ആണ്. അപ്പൊ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്കിത് ദുബായ് റൂട്ടിൽ തന്നെ നല്ല അടിപൊളി വൈബുള്ള ഒരു ചായക്കട ഉണ്ട് കേട്ടോ. നമ്മുടെ ഉണ്ണിയൻ്റെ ചായക്കട എന്നാണ് പറയുക. അപ്പോൾ അത് അവിടുന്ന് കുറച്ച് ചായക്കടികളും മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനായിട്ട് ചോറ്, മീൻകറി, പിന്നെ കോവയ്ക്കുപ്പേരി, പിന്നെ അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു ബേക്കറി, കൊല്ലിവറ്റെല്ലാം തോന്നുന്നു, അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് ചുട്ട പപ്പടം ഉണ്ട് കേട്ടോ, അപ്പോൾ ചുട്ടതാണ്. പിന്നൊന്നുമില്ല. അപ്പം നമുക്ക് ചോറിനാം. എന്താ പരിപാടി? ഭയങ്കര പുല്ലായിരുന്നു ഇവിടേക്ക്. ശതക്കതേ വൃത്തിയൊക്കെ ഉണ്ട്. അപ്പം ഉച്ച കഴിഞ്ഞുള്ള പണിയാണ് കേട്ടോ നമ്മുടെ ഇത്. അപ്പോൾ ദേ ഇവിടെ കാടായിരുന്നല്ലോ, ആകെ കാട് പിടിച്ച് കിടക്കായിരുന്നു. കാടല്ല, ചെറിയ പുല്ലുകൾ ഇങ്ങനെ വളർന്ന് കുറച്ച് വലുതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ദേ അപ്പോട്ടും ദേ നല്ലതുപോലെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി കൊണ്ടുവന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഓമക്കായയുടെ തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുഴിച്ചിടാൻ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയൊരു സ്ഥലമായിരുന്നു ദേ ഇവിടെ കേട്ടോ. അത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്താണ്. ഇറങ്ങി വരുമ്പോൾ വീട്ടിലോട്ട് ഇറങ്ങുന്ന വഴിയിൽ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി മരം വളരുന്ന സമയത്ത് അവയിലേക്ക് പിന്നെ ബുദ്ധിമുട്ടാവും, പിന്നെ മരത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാവും വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് അത് മാറ്റിയിട്ട് കുഴിച്ചിട്ടു കേട്ടാ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്തുള്ള ഭംഗിയുള്ളൊരു പുല്ലാണിപ്പോൾ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിനിപ്പോഴാണ് ഇതൊക്കെ ഭംഗിയിൽ നോക്കണത്. ഇതുവരെ നോക്കിയിട്ടില്ല. നമുക്ക് സൺലൈറ്റ് അടിക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ്. ഇതിൻ്റെ നേരിൽ കുറച്ച് വന്നിട്ടുള്ളൂ, ഫുള്ളായിട്ട് വരുത്താൻ എന്താ വഴിയാണോ. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടാ. പക്ഷെ ഇവിടെ വൃത്തിയാക്കിയിട്ടില്ല, ഈ ഒരു ഭാഗം വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞു. പൊട്ടുന്നതാ കാലൊക്കെ കഴുകാം നന്നായിട്ട്. ഇത് എന്തു വലിപ്പല്ലേ, ഇതെൻ്റെ ഹൈറ്റിലായില്ലേ അത് ചേമ്പിൻ്റെ ഇല. എന്തൊരു വലിപ്പം, ഇത്രയും വലിപ്പിൻ്റെ ഇല ചേമ്പിൻ്റെ ഇല നിങ്ങളുടെ വീട്ടിലുണ്ടോ ഗൈസ്? നമുക്ക് വലിയ ചേമ്പിൻ്റെ ഇല കേട്ടോ. ഇത് എൻ്റെ ഹൈറ്റ് ഉണ്ടാവും ഇതിൻ്റെ തണ്ട്, അത്രയും വലിയ ചേമ്പിൻ്റെ ഇല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പട്ടത്തണ്ടുകൾ പൊളിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ അപ്പോഴാണ് എനിക്ക് ആ ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ തേങ്ങ പൊളിക്കുന്ന യന്ത്രമില്ലേ, ആ യന്ത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പട്ടത്തണ്ട് പൊളിക്കാറുള്ളത്. ഇതാകുമ്പോൾ എനിക്ക് തന്നെ പൊളിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം പൊളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ മടാൾ വെച്ചിട്ടാണ്, വെട്ടുകത്തിയൊക്കെ വെച്ചിട്ടാണ് പൊളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ട്രിക്ക് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോഴാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ തന്നെ ഇപ്പോൾ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പോഴും വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പട്ടത്തണ്ടിന് വലിക്കാൻ പറഞ്ഞപ്പോൾ എന്നെയാണ് പിടിച്ച് വലിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ പട്ടത്തണ്ടൊക്കെ പൊളിച്ചു കഴിഞ്ഞു. പിന്നെ ഞാനതൊക്കെ കൊണ്ടുപോയിട്ട് വിറക് നമ്മൾ ആദ്യമേ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അവിടെ കൊണ്ടുപോയി അടുക്കി വെച്ചിട്ട് പിന്നെ ടാർപോളിൻ ഇട്ടിട്ട് മൂടി അങ്ങോട്ട് വെച്ചു കേട്ടോ. പിന്നെ നമുക്കുണ്ടായിരുന്നത്, നമ്മൾ വിറക് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചു കളഞ്ഞത്. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തപ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു ടൈമായിട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വൃത്തിയാക്കി. പിന്നെ ഞാൻ ട്യൂഷൻ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇതൊക്കെയാണ് എൻ്റെ ഈവനിങ്ങിലെ വിശേഷം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.